അയർലൻഡിൽ ജോലി നോക്കുന്നവർക്കാണെങ്കിൽ അയർലൻഡിൽ ഗവൺമെന്റ് സെക്ടറിൽ HSC ഹോസ്പിറ്റലിലെ കാറ്ററിംഗ് സർവീസിലേക്ക് ഇപ്പോൾ ലിമറിക് ഏരിയയിൽ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിന് നമുക്ക് ബേസിക് ലെവൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ചോദിക്കുന്നുള്ള ലെവൽ 2 എഡ്യൂക്കേഷനും അതുപോലെ 2 വർഷം കാറ്ററിംഗ് ഏരിയയിൽ എന്തെങ്കിലും എക്സ്പീരിയൻസും. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ നോക്കാം. അതുപോലെ അയർലൻഡിലുള്ളവർക്ക് പറ്റുള്ളൂ, നാട്ടിൽ നിന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ലീഗലി വർക്ക് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇത് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ അവർ ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഇന്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ ഇന്റർവ്യൂവിന് പോയിട്ട് നമുക്ക് ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ലിമറിക്കിലാണ് വേക്കൻസീസ്, ഫുൾ ടൈം പെർമനന്റ് HSC ജോബ് വേക്കൻസീസ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് എലിജിബിൾ ആയിട്ടുള്ളവരെ അവർ പാനലിലാക്കി ഇടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. സാധാരണ പാനലൊക്കെ 2 years വാലിഡിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇൻ കേസ് നിങ്ങളിപ്പോൾ ജോലി മാറാൻ തയ്യാറല്ലെങ്കിലും നിങ്ങൾ ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പാനലിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ HSC മിഡ് വെസ്റ്റ് ഏരിയയിൽ വേക്കൻസീസ് വരുമ്പോൾ, കാറ്ററിംഗ് അസിസ്റ്റന്റിന്റെ വേക്കൻസീസ് വരുമ്പോൾ അവർ ആ പാനലിൽ നിന്നായിരിക്കും വിളിക്കുക. അപ്പോൾ പരമാവധി താല്പര്യമുള്ളവരും ആ ഒരു ഏരിയ പരീക്ഷിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ഇന്റർവ്യൂവിന് പോയി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ എന്താ വേണ്ടതെന്നൊക്കെ അതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട്. അതിന്റെ ജോബ് സ്പെസിഫിക്കേഷൻ്റെ ഒരു ലിങ്ക് കിടപ്പുണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഉണ്ട്, അത്യാവശ്യം നല്ല ഗുഡ് സാലറി ആട്ടോ. പിന്നെ എല്ലാ വർഷവും ഇൻക്രിമെന്റ് ഉണ്ട്. പിന്നെ HSCയിലെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സെക്യൂർഡ് ആയിട്ടുള്ള ജോബാണല്ലോ. അപ്പോൾ പരമാവധി ഈ ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലിങ്കും ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ.